Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രൈഡേ പെട്ടെന്ന് അർജന്റ് ആയിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോയി. അതിന് പകരം ഇന്ന് വന്നതാണ് കേട്ടോ. ഓക്കെ, പഠനമൊക്കെ ഇവിടം വരെയായി? പഠിക്കുന്നുണ്ടോ? അതൊന്നും പറയുന്നില്ലല്ലോ. പഠനമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നില്ലേ? എൽഡിക്ക് വേണ്ടിയിട്ടുള്ള പഠനം നടക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? തിനവിളകളെ കുറിച്ചിട്ടായിരുന്നില്ലേ പറഞ്ഞത്? അതെ. ആ, ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഖാരിഫ് വിളകൾ ഏതൊക്കെയാ? ഖാരിഫ് വിളകൾ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാളൊന്ന് പറയേ. ദിവ്യ പ്രതീക്ഷ എന്ന് പറഞ്ഞ മോളെ, ഖാരിഫ് വിളകൾ ഏതൊക്കെയാ പ്രധാനപ്പെട്ട? നെല്ല്, ആ, എള്ള്, ആ, ചോളം, ബജ്ര, ചോവർ, റാഗി. നെല്ല്, എള്ള്, ചോളം, ചണം, ബജ്ര, ജോവർ, റാഗി, കരിമ്പ്, നിലക്കടല. ഓക്കെ, അടുത്തത് റാബി വിളകള്. നൗസിയ, റാബി വിളകൾ ഒന്ന് പറയാവോ? റാബി വിളകള്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, ബാർലി, കടുക്, പുകയില, ഓട്സ്. സൈദ് വിളകൾ ഏതൊക്കെയാ വരിക? അശ്വിൻ, സൈദ് വിളകൾ ഏതൊക്കെയാ വരിക? സൈദ് വിളകൾ ഏതൊക്കെയാ? ഒരാള് പറഞ്ഞേ. സൈദ് വിളകള് പഴങ്ങളും പച്ചക്കറികളും. പഴങ്ങളും പച്ചക്കറികളും അല്ലേ? ഓക്കെ. മണിച്ചോളം എന്നറിയപ്പെടുന്ന തിനധാന്യം ഏതാ? മണിച്ചോളം അറിയാവുന്നവര് പറയാട്ടോ. ജോവർ. മണിച്ചോളം, ജോവർ. ഇനി പവിഴച്ചോളം എന്നറിയപ്പെടുന്നതാണെങ്കിലോ? പവിഴച്ചോളം, ഓക്കെ. ഫിംഗർ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ് റാഗി. റാഗി. ലിറ്റിൽ മില്ലറ്റ് ചാമ. ഓക്കെ. ചാമ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ചാമ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഓക്കെ. മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ഖാദർ അലി അല്ലേ? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഖാദർ അലിയാണ്. ഖാദർ അലിക്ക് ഏത് വർഷമാണ് പത്മശ്രീ നൽകി ആദരിച്ചത്? 2023 അല്ലേ? ഓക്കെ. പി വി സതീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹവും തിനവിളകളുടെ പ്രചാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുടെ പേരെന്താ? ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി അല്ലേ? ഓക്കെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ് അല്ലേ? പഠിച്ചെന്ന് മനസ്സിലായിട്ടുണ്ട്. മില്ലറ്റ് ഗ്രാമം ഏതാ? മില്ലറ്റ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന എവിടെയാ? അട്ടപ്പാടി അല്ലേ? ഓക്കെ, അട്ടപ്പാടി. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞാണ്, നെല്ലിനെ കുറിച്ചും ഗോതമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് നെല്ലിന്റെയും ഗോതമ്പിന്റെയും ചോളത്തിന്റെയും ഒക്കെ പ്രൊഡക്ഷനില് ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. 2024 റിപ്പോർട്ട് പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളില് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോ ആ ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് ആദ്യമേ. 2024 റിപ്പോർട്ട് പ്രകാരം നെല്ലുൽപാദനത്തില് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നമ്മൾ ഏതായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നേ? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ്. പക്ഷെ 2024 പ്രകാരം, ആ റിപ്പോർട്ട് പ്രകാരം പശ്ചിമ ബംഗാൾ അല്ല കേട്ടോ. പശ്ചിമ ബംഗാള് തേർഡ് പൊസിഷനിലാണ് വരുന്നത് കേട്ടോ. 3ാം സ്ഥാനത്താണ് വരുന്നത് കേട്ടോ. ഓക്കെ, പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഫസ്റ്റ് നിൽക്കുന്നത് ആരായിരിക്കും അപ്പോ നെല്ലുൽപാദനത്തില്?
ആന്ധ്രയാണോ? ഒന്ന് ഗസ്. ഏതാ? ആന്ധ്ര. ആന്ധ്രയല്ല. ആന്ധ്രയുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനം തന്നെയാണ്. ഏതാ? കർണാടക. തെലുങ്കാന കേട്ടോ. തെലുങ്കാനയാണ് നെല്ലുൽപാദനത്തിൽ. ഒന്ന് എഴുതി എടുക്കട്ടോ, ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി എടുക്കാം. തെലുങ്കാനയാണ് നെല്ലുൽപാദനത്തില് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് പൊസിഷനിൽ ആരായിരിക്കും അപ്പോ? തേർഡ് ആണ് പശ്ചിമ ബംഗാൾ വരുന്നതെന്ന് പറഞ്ഞു. 1ാം സ്ഥാനക്കാരൻ ഇവിടെ 3ാം സ്ഥാനക്കാരനായ അല്ലേ 2024. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ആരായിരിക്കും വരിക? UP. UP ആണ് കേട്ടോ. ഷിജിൻ വർഗീസ് പറഞ്ഞ ശരിയാണ്. UP ആണ് കേട്ടോ. ഉത്തർപ്രദേശ് ആണ് സെക്കൻഡ് പൊസിഷൻ. അപ്പൊ നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം തെലുങ്കാന, 2ാം സ്ഥാനം ഉത്തർപ്രദേശ്, 3ാം സ്ഥാനം പശ്ചിമ ബംഗാൾ. പഠിച്ചോ? ഓക്കെ. അപ്പൊ തെലുങ്കാനയാണ് ആദ്യം, 2ാമത് UP ആണ്, 3ാമതാണ് നമ്മുടെ പശ്ചിമ ബംഗാൾ വരുന്നത് കേട്ടോ. ഓക്കെ. ഗോതമ്പ് ഉൽപാദനം, ഇതൊക്കെ 2024 അപ്ഡേറ്റ്സ് ആണ്. ഗോതമ്പ് ഉൽപാദനത്തില് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശ് ആണ്. ഓക്കെ. ഫസ്റ്റ് ഉത്തർപ്രദേശ് ആണ്, സെക്കൻഡ് മധ്യപ്രദേശ് ആണ്, തേർഡ് പഞ്ചാബ് ആണ് കേട്ടോ. ഗോതമ്പ് ഉൽപാദനം ഫസ്റ്റ് പൊസിഷൻ ഉത്തർപ്രദേശ്, സെക്കൻഡ് മധ്യപ്രദേശ്, തേർഡ് പഞ്ചാബ്. ഓക്കെ. ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തത് ചോളം ഉൽപാദിപ്പിക്കുന്നതില് ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഏത് സംസ്ഥാനമാ ചോളം? രാജസ്ഥാൻ. കർണാടക തന്നെയാണ് കേട്ടോ. കർണാടക കേട്ടോ. ചോളം ഉൽപാദനത്തില് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം ബീഹാറിനാണ് കേട്ടോ. 2ാം സ്ഥാനം ബീഹാറിനാണ്. 3ാം സ്ഥാനം മധ്യപ്രദേശിനാണ്. ഓക്കെ. അപ്പോ ചോളം ഉൽപാദനം 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം ബീഹാർ, 3ാം സ്ഥാനം മധ്യപ്രദേശ്. ഓക്കെ. ക്ലിയർ ആയെന്ന് കരുതുന്നു. നെല്ലുൽപാദനം എന്ന് പറഞ്ഞേ. നെല്ലുൽപാദനത്തിൽ ഫസ്റ്റ് ആരാ? നെല്ലുൽപാദനം ഫസ്റ്റ് തെലുങ്കാന. UP, ബീഹാർ, വെസ്റ്റ് ബംഗാള്. ഗോതമ്പ് എന്ന് പറഞ്ഞേ. ഗോതമ്പ് ഉൽപാദനത്തില് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. പഞ്ചാബ്. ചോളം ഉൽപാദനം എന്ന് പറഞ്ഞേ. കർണാടക, ബീഹാർ, മധ്യപ്രദേശ്. കർണാടക, ബീഹാർ. ഓക്കെ. ദെൻ പരുത്തി, കോട്ടൺ കേട്ടോ. പരുത്തി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാ? ഗുജറാത്ത്. ഗുജറാത്ത് ആണ്. പരുത്തി ഉൽപാദനത്തില് 1ാം സ്ഥാനം ഗുജറാത്ത് ആണ്. സെക്കൻഡ് ഏതായിരിക്കും? സെക്കൻഡ് മഹാരാഷ്ട്രയാണ് കേട്ടോ. ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് ഏതാ? കോട്ടണോപോളിസ് മുംബൈ അല്ലേ? ഓക്കെ. അപ്പൊ ഗുജറാത്ത് കഴിഞ്ഞാല് മഹാരാഷ്ട്രയാണ് പരുത്തി ഉൽപാദനത്തില് 1ാം സ്ഥാനത്ത്, അല്ല 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേട്ടോ. ദെൻ തേർഡ് വരുന്നതാണ് തെലുങ്കാന. ഓക്കെ. തെലുങ്കാന തേർഡ് പൊസിഷൻ ആണ് കേട്ടോ. തെലുങ്കാന തേർഡ് ആണ്. അപ്പൊ ഫസ്റ്റ് ഗുജറാത്ത്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് തെലുങ്കാന കേട്ടോ. ഫസ്റ്റ് ഗുജറാത്ത്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് തെലുങ്കാന. പരുത്തി. ദെൻ അടുത്തത് കരിമ്പാണ് കേട്ടോ. കരിമ്പിൽ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം അതാ? കരിമ്പിന്റെ ഉൽപാദനത്തില് ഉത്തർപ്രദേശ് ആണ്. സെക്കൻഡ് മഹാരാഷ്ട്രയാണ് കേട്ടോ. സെക്കൻഡ് മഹാരാഷ്ട്ര. ആൻഡ് തേർഡ് ഈസ് കർണാടക കേട്ടോ. തേർഡ് എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പൊ കരിമ്പ് ഉൽപാദനത്തില് 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം കർണാടക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. ഞാൻ അടുത്തത് പറയാനായിട്ട് പോകുന്നത് കരിമ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കരിമ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, എന്നാലും ഒന്നും കൂടി പറയാം.
കരിമ്പിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഏതാ? ഇന്ത്യ. കരിമ്പിന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇതൊക്കെ. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യ. ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ഇന്ത്യ തന്നെ. ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം. ജന്മദേശം ഇന്ത്യയാണ്, എന്നാൽ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഇന്ത്യയാണോ? ആണോ? ഇന്ത്യയാണോ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇന്ത്യ എന്ന 1-ാം സ്ഥാനം? ബ്രസീലാണ് കേട്ടോ. ഉൽപാദനത്തിൽ, കരിമ്പിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് അത് ബ്രസീലാണ്. പക്ഷെ ജന്മദേശം ഇന്ത്യയാണ്. ഓക്കെ, കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ്, എന്നാൽ ഉൽപാദനത്തില് ആദ്യ സ്ഥാനക്കാരൻ എന്ന് പറയുന്ന രാജ്യം ബ്രസീലാണ്. 2-ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ വരുന്നത് കേട്ടോ. കരിമ്പിന്റെ ഉൽപാദനത്തില് 2-ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ, 1-ാം സ്ഥാനം ബ്രസീലിനാണ്. എന്നാൽ കരിമ്പിന്റെ ജന്മദേശം ഏതാണ്? അത് ഇന്ത്യയാണ്, ബ്രസീൽ അല്ല കേട്ടോ. ഓക്കെ, ഇനി കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ്. ഉഷ്ണമേഖലാ പ്രദേശത്താണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത് കേട്ടോ. ഒരു ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ്. കരിമ്പ് കൃഷിക്ക് ആവശ്യമായ ചില ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ കരിമ്പ് കൃഷിക്ക് നമുക്ക് ചൂടും മഴയും ഉള്ള കാലാവസ്ഥ എടുക്കാം. ഇപ്പൊ ചൂട് കാലാവസ്ഥയായാലും മഴയുള്ള ആ ഒരു ക്ലൈമറ്റ് ആയാലും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ചൂട് വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മഴ വേണം, അല്ലെങ്കിൽ ഇന്ന് താപനില വേണം, അങ്ങനെയൊന്നും പറയുന്നില്ല. മറിച്ച് ചൂടുള്ള കാലാവസ്ഥയിലും മഴയുള്ള കാലാവസ്ഥയിലും കരിമ്പ് കൃഷി നടത്താവുന്നതാണ്. അതുപോലെ തന്നെ എക്കൽ മണ്ണ്, ഓക്കെ, അലുവിയൽ സോയില്, അതുപോലെ തന്നെ കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയില് തുടങ്ങിയ മണ്ണിനങ്ങള് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പൊ 2 തരം മണ്ണാണ് കൂടുതൽ പറയുന്നത് കേട്ടോ. ഒന്ന് എക്കൽ മണ്ണ്, രണ്ടാമത്തതാണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ്. എന്നാലും കൂടുതലും കരിമ്പ് കൃഷി നടത്തുന്നത് അലുവിയൽ സോയിലാണ്, എക്കൽ മണ്ണിലാണ് കേട്ടോ. ബ്ലാക്ക് സോയിൽ വരുന്നുണ്ട്, എന്നാലും മെജോറിറ്റിയും എക്കൽ മണ്ണിലാണ് കരിമ്പ് കൃഷി കൂടുതലായിട്ട് നടത്തുന്നത്. ഓക്കെ, ഇനി കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കൊപ്പം പഞ്ചസാര ഗവേഷണ കേന്ദ്രങ്ങളും കാണപ്പെടും. അപ്പൊ കരിമ്പ് കൃഷി ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ അടുത്തായിട്ട് നമുക്ക് പഞ്ചസാരയുടെ ഗവേഷണ കേന്ദ്രങ്ങളും കാണപ്പെടാറുണ്ട്. അതായത് കമ്പനികളും ഫാക്ടറീസ് ഒക്കെ കൃഷി ചെയ്യുന്നതിന്റെ അടുത്തായിട്ട് തന്നെ ഉണ്ടാകും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാല് കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാല് ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് കരിമ്പ് നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യണം? ഫാക്ടറികളിൽ കൊണ്ടുവന്ന് എത്തിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? സുക്രോസിന്റെ അളവ് കുറഞ്ഞു, അല്ലെങ്കിൽ അതിലെ സുക്രോസിന്റെ അളവ് കുറയും. ഓക്കെ, അതായത് അത് ഉപയോഗശൂന്യമാവും, മധുരം ഇല്ലാതാവില്ല. ഇതിനെ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാറുണ്ട്, കരിമ്പ് പച്ച ഗ്രോ ആയിട്ട് തിന്നാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്താണ് പെട്ടെന്ന്, അതായത് ആ ഒരു സുക്രോസിന്റെ അളവ് ഉള്ളത് കൊണ്ടാണ് അത് അത്രയും രുചികരമാകുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ അത് എത്തിച്ചില്ലെങ്കിൽ അതിനകത്ത് സുക്രോസിന്റെ അളവ് കുറയും. മാത്രമല്ല പഞ്ചസാര, ശർക്കര നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കരിമ്പ് തന്നെയാണ് അല്ലെ. ഇത് ഫാക്ടറികളിൽ എത്തിച്ചിട്ടാണ്, അതിനെ വേർതിരിച്ചിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഷുഗറും അതുപോലെ തന്നെ ശർക്കരയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നതിന് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? കരിമ്പ് ഫാക്ടറികളിൽ എത്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏതാ? ഏത് സംസ്ഥാന പഞ്ചസാര കിണ്ണം? ഉത്തർപ്രദേശാണ് കേട്ടോ. കാർഷിക വിളകളാണ് കേട്ടോ ടോപ്പിക് വരുന്നേ. ഒരു കുട്ടി കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർഷിക വിളകൾ കേട്ടോ. കഴിഞ്ഞ ക്ലാസ് എടുത്തതിന്റെ കണ്ടിന്യൂസ് ആണ് എടുക്കുന്നത്, അതിന്റെ തുടർച്ചയാണ്. ഓക്കെ, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് ആണ്. ദെൻ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ഏതാ? ക്യൂബയാണ് കേട്ടോ. ലോകത്തിലെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഇടുക്കിയാണ് കേട്ടോ. ഇതാണ് ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഓക്കെ, ഇടുക്കിയാണ്. പുതിയ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അത് ഇടുക്കിയാണ്.
ഏറ്റവും കൂടുതൽ കരിമ്പ് ഉത്പാദിപ്പിക്കുന്ന ജില്ല. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ കിട്ടിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എഴുതിയൊക്കെ എടുത്തോ? എഴുതിയെടുത്തിട്ടില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നോട്ട്സ് വായിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് താഴെയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കരിമ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കരിമ്പിന്റെ ജന്മദേശം ഇന്ത്യയാണ് അല്ലെ? ഇപ്പൊ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് ഒന്നാം സ്ഥാനത്ത് രാജ്യം? ബ്രസീലാണ്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ ആരാണ് വരുന്നത്? ഇന്ത്യ. ഇന്ത്യയാണ് അല്ലെ? ഓക്കെ. ദെൻ കരിമ്പ് കൃഷിക്ക് ആവശ്യമായ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്. എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്. ഓക്കെ. ദെൻ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്? ഉത്തർപ്രദേശ്. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം? ക്യൂബ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഓക്കെ. then അടുത്തത് പരുത്തിയാണ് കേട്ടോ. അടുത്ത പറയാനായിട്ട് പോകുന്നത് പരുത്തിയാണ്. പരുത്തിയുടെ ജന്മദേശം എവിടെയാ? പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. പരുത്തിയുടെ ജന്മദേശം വരുന്നത് ഇന്ത്യയാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ മണ്ണ്? കറുത്ത മണ്ണാണ് അല്ലെ? ബ്ലാക്ക് സോയിൽ ആണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ട് ഉള്ള മണ്ണ്. ഓക്കെ. പരുത്തി കൃഷിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ കാലാവസ്ഥ, അതിനു വേണ്ടിയിട്ടുള്ള അനുയോജ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ കേട്ടോ. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാ കാലവും 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ മഴയും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകം അല്ലെ? 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില പറയുന്നത് കേട്ടോ. പരുത്തി കൃഷിയുടെ താപനില 20 to 30 ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മഴയും എന്തിനാവശ്യമാണ്? പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോ പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. അനുയോജ്യമായിട്ടുള്ള മണ്ണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് കറുത്ത മണ്ണാണ്. താപനില 20 to 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇനി ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ഇന്ത്യ. ചൈനയാണ് കേട്ടോ. ചൈന ലോകത്തില് പരുത്തി ഉൽപാദനത്തില് ഒന്നാം സ്ഥാനം ചൈനയാണ്. ഓക്കെ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി ആണ്. ഇനി പരുത്തിയെ കുറിച്ച് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി. ഓക്കെ. ഇനി കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാ? പാലക്കാട്. പാലക്കാട്, ചിറ്റൂര് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ പരുത്തിയുടെ ജന്മദേശം ഇന്ത്യയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള താപനില. ചെറിയ തോതിൽ മഴയും ആവശ്യമാണ്. ലോകത്തിൽ പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിയാണ്. ഓക്കെ. ഇനി കേരളത്തില് പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാട്, ചിറ്റൂര് കേട്ടോ.
മനസ്സിലായോ? പരുത്തി ക്ലിയർ ആയോ? പരുത്തി, കരിമ്പ് ക്ലിയർ ആണോ? ക്ലിയർ ആയി. നെക്സ്റ്റ് വൺ ചണമാണ് കേട്ടോ. ചണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളയാണ് ചണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളയാണ് ചണം എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയും 150 സെന്റിമീറ്റർ കൂടുതൽ മഴയും ചണം കൃഷിക്ക് ആവശ്യമാണ്. ഹൈ ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള ഒരു കൃഷിയാണ് എന്ത്? ചണത്തിന്റെ കൃഷി എന്ന് പറയുന്നത് കേട്ടോ. ഉയർന്ന താപനില വേണം, മാത്രമല്ല 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് ആവശ്യമാണ്. ഓക്കെ, ഏത് തരം മണ്ണാണ് ചണം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് മണ്ണിലാണ് ചണം കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നത്? ഏത് മണ്ണാ? എക്കൽ മണ്ണ്. നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്കൽ മണ്ണാണ് ഓക്കെ, പക്ഷെ നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണെന്ന് പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഏതൊക്കെ ഏരിയകളിലാണ് ചണം കൃഷി ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഇന്ത്യയില്? വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് അല്ലെ. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിലാണ് ചണം കൃഷി വ്യാപകമായി നടക്കുന്നത് കേട്ടോ. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിലാണ് ചണം കൃഷി വ്യാപകമായിട്ട് നടക്കുന്നത്. ഓക്കെ, അതായത് കൊൽക്കത്തയുടെ തീരങ്ങളിലെ ഹൂഗ്ലിയുടെ തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ളതെന്ന് നമ്മൾ മുമ്പേ തുടങ്ങി പഠിക്കുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഹൂഗ്ലിയുടെ തീരങ്ങളിലാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ ഉൽപാദനത്തില് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ചണം കൃഷിയില് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ എന്താ പറയാ, പ്രധാനപ്പെട്ട ഒരു നാരുവിളയാണ്. കൂടുതലായിട്ട് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശങ്ങളിലാണ് ചണം കൃഷി കൂടുതലായിട്ടുള്ളത്. മാത്രമല്ല ചണം ഉൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആണ്. ഓക്കെ, എത്ര സെന്റിമീറ്ററിൽ കൂടുതൽ മഴയാണ് ചണം കൃഷിക്ക് ആവശ്യമായിട്ട് വേണ്ടത്? 150 സെന്റിമീറ്ററിൽ സെന്റിമീറ്ററിൽ കൂടുതൽ അല്ലെ. ഏത് തരം മണ്ണാണ് ചണം കൃഷിക്ക് ആവശ്യമായിട്ട് വേണ്ടത്? നീർവാഴ്ചയുള്ള എക്കൽ മണ്ണ്. ഓക്കെ, അടുത്തത് തേയില കേട്ടോ. തേയില നമ്മുടെ ടീ, നമ്മുടെ സ്വന്തം ചായ അല്ലെ, തേയില കേട്ടോ. തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാ? ഇന്ത്യയാണോ? ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് അല്ലെ. ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? പിന്നെ കേരളമുണ്ട്, പിന്നെ കർണാടകയുണ്ട്, പിന്നെ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്ടിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട് കേട്ടോ. ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ട് എന്ത് കൃഷി നടക്കുന്നുണ്ട്? തേയില കൃഷി നടക്കുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ള സംസ്ഥാനം ഏതാ? തേയിലാണ് അല്ലെ. ഓക്കെ, ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ് അല്ലെ. ടീ ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ആസാമാണ്. ആസാമിന് കുറെ പ്രത്യേകതകളുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ അസമിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്, പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലും തേയില കൃഷി നടക്കുന്നുണ്ട്. ഓക്കെ, തേയില കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങള്, അതായത് മഴയുടെ അളവാണ് ഇപ്പൊ ഞാൻ പറയുന്നേ. 200 തുടങ്ങി 250 സെന്റിമീറ്റർ മഴ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് എന്ത് വേണ്ടത്? എന്തിനു വേണ്ടത്? തേയില കൃഷിക്ക് വേണ്ടത്. ടെമ്പറേച്ചറും വരുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ തന്നെ. എന്നാലും തണുപ്പുള്ള ഒരു കാലാവസ്ഥയിലാണ് കൂടുതലായിട്ടും തേയില കൃഷി കൂടുതലായിട്ട് നടക്കുന്നത്. 200 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴ ആവശ്യമാണ്. ദെൻ 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ആവശ്യമാണ്. ഓക്കെ, അപ്പോ 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില തേയില കൃഷിക്ക് ആവശ്യമാണ്.
മഴയുടെ അളവ് എത്രയാ ഞാൻ പറഞ്ഞത്? മഴ എത്രയാ വേണ്ടേ? 200 സെന്റിമീറ്റർ മുതൽ 250 100 സെന്റിമീറ്റർ മുതൽ വരെ 50 സെന്റിമീറ്റർ വരെ അല്ലെ. ഇനി താപനിലയാണെങ്കിലോ 25 മുതൽ 30 വരെ. 30 ഡിഗ്രി വരെ. 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും വേണം. ഓക്കെ. ഇനി കുന്നിൻ ചെരിവ് പ്രദേശങ്ങളിലാണ് തേയില കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കേട്ടോ. കുന്നിൻ ചെരുവില്, അതായത് ഒരു ചെരുവ്, എന്താ പറയാ, നമ്മള് നിരപ്പായിട്ടുള്ള ഒരു ആകൃതിയല്ല തേയില കൃഷി നടക്കുന്നത് കേട്ടോ. നിരപ്പായുള്ള ഒരു പ്രദേശത്തല്ല, മറിച്ച് ചെരിഞ്ഞ പ്രദേശത്തിലാണ് എന്ത് നടക്കുന്നത് കൂടുതലായിട്ട്, തട്ടുതട്ടായിട്ടുള്ള. നമുക്കിപ്പോ സ്ട്രക്ചർ, അതായത് മൂന്നാറിന്റെ ഒക്കെ അല്ലെങ്കിൽ തേയില കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ഇടങ്ങളിലെ ആ ഒരു ഘടന നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ചെരിവുണ്ടാകും ആ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് കേട്ടോ. അപ്പോ ആ ഒരു കുന്നിൻ ചെരുവിലാണ് എന്ത് നടക്കുന്നത്, കൂടുതലായിട്ടും തേയില കൃഷി നടത്തുന്നത്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ വിളയ്ക്ക് ആവശ്യം. അപ്പോ ജൈവാംശമുള്ള മണ്ണാണ് എന്തിനായിട്ട് ആവശ്യം വരുന്നത്? തേയില കൃഷി ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ വിളയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ ഇന്ത്യയുടെ ഒരു പ്രധാന കയറ്റുമതി ഉൽപ്പന്നമാണെന്ത്? തേയില എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയാണ് അല്ലെ, ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും അവരധികം എന്ത് ചെയ്യുന്നില്ല, എക്സ്പോർട്ട് ചെയ്യുന്നില്ല. മറിച്ച് ഇന്ത്യയില് ഇത് കൃഷി ചെയ്യുന്നതിന്റെ മെജോറിറ്റിയും എന്ത് ചെയ്യാണ്, എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതായത് പ്രത്യേകതരം തേയില, അതായത് നമ്മുടെ തേയിലക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ തേയിലക്ക് വിദേശങ്ങളിൽ ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് കൂടുതലാണ് കേട്ടോ. ഓക്കെ. തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാ? നമുക്ക് അറിയാതിരിക്കുമല്ലോ. ഇടുക്കി, വയനാട്. ഓക്കെ. ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഏറ്റവും കൂടുതൽ എന്ത് കൃഷി ഉള്ളത്? തേയില കൃഷി കൂടുതലായിട്ട് ഉള്ളത്. ഇനി ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ. നമ്മുടെ സ്വന്തം ചായ അല്ലെ, അതാണ് ഇന്ത്യയുടെ ദേശീയ പാനീയം. നാഷണൽ ഡ്രിങ്ക് എന്ന് പറയുന്നത് ചായയാണ്. ഓക്കെ. അടുത്തത് വരുന്നത്, ഇനി ഒന്നും കൂടി പറയണോ? തേയില ഒന്നും കൂടി പറയണോ? ഞാൻ ലാസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പർ പോലെ എടുക്കാം കേട്ടോ. ഓക്കെ. ഒന്നുകൂടി പറയേണ്ട ആവശ്യമുണ്ടോ? തേയില മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അടുത്തത് കാപ്പിയാണ് കേട്ടോ. കാപ്പിയുടെ ജന്മദേശം ഏതാ? കാപ്പിയുടെ ജന്മദേശം പോർച്ചുഗൽ. എത്തോപ്യയാണ് കാപ്പിയുടെ ജന്മദേശമായിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന കർണാടക, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്. ഓക്കെ. ഇത്രയും ലൊക്കേഷൻസിലായിട്ടാണ് കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. കർണാടക, കേരളം, തമിഴ്നാട്, 3 സംസ്ഥാനങ്ങൾ. ഓക്കെ. ഇനി ഈ കാപ്പി കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് പശ്ചിമ മലനിരകളിലാണ്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ടല്ലോ, ആ മലനിരകളിലായിട്ടാണ് കാപ്പി കൃഷി കൂടുതലായിട്ടും നടത്തി വരുന്നത് കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൊണ്ടുവന്ന പ്രദേശം ഏതായിരിക്കും? ഏത് സംസ്ഥാനത്തെ ഏത് പ്രദേശമായിരിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൊണ്ടുവന്നത്? കർണാടകയിലെ ചിക്കമംഗളൂർ കേട്ടോ. ചിക്കമംഗളൂർ, ബാംഗ്ലൂർ അല്ല, മംഗലാപുരം അല്ല. അതും കഴിഞ്ഞ് കുറെ അധികം കിലോമീറ്റർ പോകുമ്പോൾ ചിക്കമംഗളൂർ എന്ന് പറയുന്ന വിനോദസഞ്ചാര ആളുകൾ, അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖല എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ, ധാരാളം അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണത് ചിക്കമംഗളൂർ എന്ന് പറയുന്നത്. അവിടെയാണ് ആദ്യമായിട്ട് കാപ്പി കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ. കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗളൂരാണ്. ഓക്കെ. കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്കമംഗളൂരാണ്. ഓക്കെ. ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം കർണാടക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർണാടക മുൻപന്തിയിലുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു അത്?
ഏതൊക്കെയായിരുന്നു കർണാടകയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ചന്ദനം, സ്വർണം, കുരുമുളക്, കുരുമുളക്, പട്ട്, കാപ്പി, പട്ട്, പട്ട്, സ്വർണം, ചന്ദനം. സ്വർണം, കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോ കാപ്പിയില് അല്ലെങ്കിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. ഇനി ലോകത്തില് കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാ? അല്ല, സംസ്ഥാനം അല്ല, രാജ്യം ഏതാ? ബ്രസീല്. ബ്രസീലാണ്. നമുക്ക് SCERT പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ബ്രസീലിലെ കാപ്പിത്തോട്ടങ്ങൾ എന്ന് പറയുന്ന ഏതൊരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ലോകത്തില് കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ചായക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഹരി പാനീയമാണ് കാപ്പി. ചായക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് കാപ്പിയാണ്. എന്തുകൊണ്ടാണ് ലഹരി പാനീയം എന്ന് വിശേഷിപ്പിക്കുന്നത് കാപ്പിയെ, അല്ലെങ്കിൽ ചായയൊക്കെ ലഹരി പാനീയം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാവാം? ചായ അല്ലെങ്കിൽ കാപ്പി എന്ന് പറയുന്നത് ഒരു ലഹരി പാനീയമാണെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണത്? കഫീൻ എന്ന് പറഞ്ഞൊരു ഇതല്ലേ? ക്ലിയർ ആയില്ല സുരഭി, ക്ലിയർ ആയില്ല മോളെ. കഫീൻ ഉള്ളതുകൊണ്ടാണോ? കഫീൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥം ഇല്ലേ, അത് കുടിക്കുമ്പോ നമുക്ക് ഒരു ലഹരി പോലെ തോന്നും, അങ്ങനെ. അതെ അതെ അതെ. അതായത് നമുക്ക് സാധാരണ ആൽക്കഹോൾ ആണ് കൂടുതൽ അഡിക്ഷൻ അല്ലെ വരിക. അതായത് നമുക്കിപ്പോ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെയിലി അയാളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാല് അത് കിട്ടാതെ വരുമ്പോൾ എന്താ പറയാ, അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ. ബ്രെയിൻ അതിനനുസരിച്ചിട്ട് അയാളുടെ ശരീരത്തിൽ ഒന്ന് സ്റ്റക്ക് ആക്കും, അല്ലെങ്കിൽ എന്താ പറയാ കൂടുതൽ അയാൾക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ വരും, വെപ്രാളം ഉണ്ടാവും അത് കിട്ടാതിരിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് എന്ത് ചായയും കാപ്പിയും ഒക്കെ. അത് ഡെയിലി കുടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു ദിവസം എന്നതൊന്ന് കുടിക്കാതിരുന്ന് നോക്കിയേ അതിന്റെ പ്രയാസം അപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ ആരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? ഒരു ദിവസം ചായ കുടിക്കാതിരിക്കുമ്പോ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഷിജിൻ വർഗീസിന് ഒരു പ്രയാസവും ഇല്ല. ഡെയിലി ചായ കുടിക്കുന്ന ആളാണോ ഷിജിൻ വർഗീസേ? ഡെയിലി ചായ കുടിക്കാറുണ്ടോ? ഇപ്പോൾ യൂസ് കുറവാണ്. അതായത് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വന്നിട്ടാണ്. ഇപ്പൊ ഡെയിലി ചായ അല്ലെങ്കിൽ കാപ്പി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദിവസം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കും. ഓക്കെ, അതായത് ആ ഒരു അഡിക്ഷൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം അതൊന്ന് നമ്മൾ കുടിക്കാതിരുന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ഒരു ഉഷാറില്ലാത്ത അവസ്ഥയൊക്കെ പോലെ നമുക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ്? അത് ഇതൊരു ലഹരി പാനീയമാണ്, അത് അഡിക്ഷൻ ആണ്. അതായത് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അതായത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് പോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിൽ ചെന്നില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിഫ്ലക്ഷൻസ് അത് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഡെയിലി നിങ്ങൾ ചായ കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ദിവസം ഒന്ന് ചായ കുടിക്കാതിരുന്ന് കഴിഞ്ഞാല് അതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ലഹരി പാനീയം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നിൽക്കുന്നത് ചായയാണ്. ആളുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ചായയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിലായാലും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ചായയാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ കാണാറില്ലേ? നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ചും ചായ കുടിക്കാതെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് കാപ്പിയാണ്. ഓക്കെ, കാപ്പിയും കൂടുതലായിട്ട് കുടിക്കുന്ന ആളുകള് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ലഹരി പാനീയമാണ് കേട്ടോ. ഓക്കെ, ഇനി കാപ്പിയുടെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാമോ ഏതൊക്കെ? ഓക്കെ, അറബിക്ക ഉണ്ട് അല്ലെ. അറബിക്ക എന്ന് പറയുന്നത് കാപ്പി ഇനമാണ്. ദെൻ റോബസ്റ്റ സാധാരണ നമ്മൾ പഴമാണെന്ന് വിചാരിച്ച് ചിലപ്പോ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതല്ല, മറിച്ച് കാപ്പി ഇനത്തിന്റെ പേരാണെന്ത്? റോബസ്റ്റ എന്ന് പറയുന്നത്. ദെൻ ലിബറിക്ക. ഓക്കെ, ലിബറിക്ക എന്ന് പറയുന്നതും കാപ്പി ഇനത്തിൽ വരുന്നതാണ്. ദെൻ അനദർ വൺ റബേക്ക. ഓക്കെ, റബേക്ക. അപ്പൊ നോക്കിയാൽ നിങ്ങൾ അറബിക്ക ഉണ്ട്, റോബസ്റ്റ ഉണ്ട്, ലിബറിക്ക ഉണ്ട്,
റബേക്ക ഉണ്ട്. നല്ല പേരുകളല്ലേ, എല്ലാത്തിലും എന്തുണ്ട്, ബായ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം അല്ലെ. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക, റബേക്ക, ഇതൊക്കെ എന്താണ്, കാപ്പി ഇനങ്ങളാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പി ഇനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പി അറബിക്കയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറബിക്ക എന്ന് പറയുന്ന കാപ്പി ഇനമാണ് ഉത്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ കാപ്പിയെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? നമ്മള് 2024 റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ കുറച്ച് പഠിച്ചു. മുൻപന്തിയിൽ നിൽക്കുന്ന, അതായത് നെല്ല് ഉത്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഗോതമ്പ്, ചോളം, പരുത്തി, കരിമ്പ്. ദെൻ കരിമ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, പരുത്തി പറഞ്ഞു, ചണം പറഞ്ഞു, തേയില പറഞ്ഞു, കാപ്പി പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ല. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ചോദിക്കാം നിങ്ങളോട് 5 മിനിറ്റ് ആവുമ്പോൾ. അതെല്ലാം മിസ്സായിട്ട് PSCയുടെ ആൻസർ ആയിട്ട് അവർ അപ്സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഏത് ആൻസർ മിസ് പഠിപ്പിച്ച അപ്ഡേഷൻ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്ത് വരാം. കാരണം എന്താ, പുതിയ റിപ്പോർട്ട് പ്രകാരമുള്ളതാണ്, അതുകൊണ്ട് അതിനകത്ത് വരാം. ഇനി പശ്ചിമ ബംഗാളാണ് ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ പശ്ചിമ ബംഗാൾ കുത്തുക കേട്ടോ. തെലങ്കാന അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പശ്ചിമ ബംഗാൾ കുത്താവുന്നതാണ്. 1ാം സ്ഥാനം ചോദിച്ചാൽ, കാരണം ഇതുവരെ പശ്ചിമ ബംഗാളാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. തെലങ്കാന അവിടെ ഇല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ നിങ്ങൾക്ക് അവിടെ പറക്കി കുത്താം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ലബോറട്ടറി അറ്റൻഡർ ഡ്രഗ് കൺട്രോൾ രാവിലെ നടന്ന എക്സാം ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ പറയുന്നത്. ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എക്സാം ഉണ്ടായിരുന്നു? ആർക്കെങ്കിലും? ആർക്കുമില്ല. ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി. സിദ്ധാർത്ഥ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി. ഓപ്ഷൻ എ മനാസ് സുബാൻസിരി. ഓപ്ഷൻ എ മനാസ് സുബാൻസിരി. ഓപ്ഷൻ ബി ഗോമതി ടീസ്റ്റ. ഓപ്ഷൻ ബി ഗോമതി ടീസ്റ്റ. ഓപ്ഷൻ സി സോൺ ലോഹിത്. ഓപ്ഷൻ സി സോൺ ലോഹിത്. ഓപ്ഷൻ ഡി ഗാഗ്ര ലോഹിത്. ഓപ്ഷൻ ഡി ഗാഗ്ര ലോഹിത്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ. വെരി ഗുഡ്, വെരി ഗുഡ്. മനാസ് സുബാൻസിരി അല്ലെ. ഗോമതി ടീസ്റ്റ. എന്ത് ടീസ്റ്റ എന്തിന്റെ പോഷക നദിയാ? ടീസ്റ്റ ബ്രഹ്മപുത്ര. ഗോമതി ആണെങ്കിലോ? ഗോമതി എന്തിന്റെ പോഷക നദിയാ? ഗംഗ കേട്ടോ, ഗംഗ കേട്ടോ. ദെൻ സോൺ ലോഹിത്. സോൺ എന്തിന്റെ പോഷക നദിയാ? ഗംഗ. ലോഹിതോ? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര. ദെൻ ഗാഗ്ര എന്തിന്റെ പോഷക നദിയാ? ഗംഗയുടെ പോഷക നദിയാ. ഗംഗയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് കേട്ടോ. ഇവിടെ ശരിയായ ജോഡി വന്നിരിക്കുന്നത് മനാസും സുബാൻസിരിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണെന്ന്? അട്ടപ്പാടി. അട്ടപ്പാടിയാണ് കേട്ടോ. അട്ടപ്പാടിയിലാണ് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത് കേട്ടോ. അതായത് ആ നദി വറ്റി വരണ്ട് കിടന്നായിരുന്നു. ആ നദിയെ പുനരുജ്ജീവിപ്പിച്ചതാണ്. ആ പ്രദേശത്തിലെ ജനങ്ങള് തമ്മിൽ അവര് എന്താ പറയാ കൂടുതൽ സഹകരണത്തോട് ചേർന്നിട്ട് ആ പുഴയെ പുനരുജ്ജീവിപ്പിച്ച് പിന്നീട് അതിന്റെ ഒഴുക്ക് സാധാരണഗതിയിലാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ CRT-യിലുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ഉയർന്ന സംവഹന പ്രവാഹ ബലമായി രൂപം കൊള്ളുന്നു. ഉയർന്ന സംവഹന പ്രവാഹ ബലമായി രൂപം കൊള്ളുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഇനി ഓപ്ഷൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കേട്ടോ. 1 ഉം 2. ഓപ്ഷൻ എ 1 ഉം 2. ഓപ്ഷൻ ബി 2 ഉം 4. ഓപ്ഷൻ ബി 2 ഉം 4. ഓപ്ഷൻ സി 2 മാത്രം. ഓപ്ഷൻ സി 2 മാത്രം. ഓപ്ഷൻ ഡി 3 മാത്രം. ഓപ്ഷൻ ഡി 3 മാത്രം. 3 മാത്രം. 3 മാത്രമല്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതായിരുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻ വേണ്ട എങ്കിൽ പറയാം കേട്ടോ. ആൻസർ ആയിട്ട് തന്നെ പറയാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ്? ഭൂപൻ ഹസാരിക സേതു കേട്ടോ. ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന ഇതാണ്: ഭൂപേൻ ഹസാരിക സേതു, അടൽ സേതു, മഹാത്മാഗാന്ധി സേതു, വിക്രമശീല സേതു. ഓക്കെ. അപ്പോ ഭൂപേൻ ഹസാരിക സേതു ആണ് ദൈർഘ്യമേറിയ പാലം. അടുത്തത്, ചുഴലിക്കാറ്റുകളുടെ
ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. അതിനകത്ത് ചുഴലിക്കാറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ദെൻ പേര് നൽകിയ രാജ്യവും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻ എഴുതുക. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ താനെ, നിഷ, മ്യാൻമർ. താനെ, നിഷ, മ്യാൻമർ. ഓപ്ഷൻ ബി രശ്മി മാല, ശ്രീലങ്ക. ഓപ്ഷൻ ബി രശ്മി മാല, ശ്രീലങ്ക. ഓപ്ഷൻ സി വർദ്ധ ജവാദ്, സൗദി അറേബ്യ. വർദ്ധ ജവാദ്, സൗദി അറേബ്യ. ഓപ്ഷൻ ഡി ഫാനുസ് നിവർ, ഇറാൻ. ഫാനുസ് നിവർ, ഇറാൻ. ഏതാണ് ശരിയായ ജോഡി ഇതിനകത്ത്? ബി. ബി. ബി ആണല്ലേ. രശ്മി മാല, ശ്രീലങ്ക. ഓക്കെ, രശ്മി മാല, ശ്രീലങ്ക. അടുത്തത് എക്കണോമിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. മറ്റേ ആരൊക്കെ പറഞ്ഞ് ഏതൊക്കെ രാജ്യങ്ങളാണ് നിങ്ങളൊന്ന് പറയാമോ? ആ, താനെ, നിഷ, മ്യാൻമാർ, രശ്മി മാല, ശ്രീലങ്ക. അത് ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് കേട്ടോ. രശ്മി മാല, അതായത് ശ്രീലങ്കയാണ് രശ്മി എന്ന് പറയുന്ന അല്ലെങ്കിൽ മാല എന്ന് പറയുന്ന ആ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയത് ശ്രീലങ്കയാണ്. രശ്മി മാല എന്ന്. ബാക്കി ഏതൊക്കെ രാജ്യങ്ങളാണ് പേര് നൽകിയെന്നുള്ളത്? അതൊക്കെ ഏത് രാജ്യങ്ങളാണ്? അത് പറയാം, അത് ഞാൻ പറയാം, ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ നോക്കിയിട്ട് വന്നിട്ടില്ല, പിന്നെ പറഞ്ഞു. ഓക്കെ. ഞാൻ അടുത്തത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് എഴുതിയെടുക്കുക. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആഗോളവൽക്കരണം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ദേശസാൽക്കരണം. ഓപ്ഷൻ തരുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താം അല്ലെ. ഏതാണ് ശരിയായിട്ട് ആൻസർ? 1ഉം 2ഉം അല്ലെ. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ, സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ, ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ. ദെൻ ദേശസാൽക്കരണം അവിടെ വരുന്നില്ല. ഓക്കെ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കേരളം ഭരണ സംവിധാനം. അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
എടുത്തെടുത്തോളൂ കേട്ടോ. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കൊടുത്തിട്ടുണ്ട്. പ്രസ്താവന, ഒരു സ്ലാഷ് ഇട്ടിട്ട് പ്രസ്താവനകള് കണ്ടെത്തുക എന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. എഴുതിക്കഴിഞ്ഞോ? Then second statement, ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. Then third statement, പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. Then fourth point കേട്ടോ, അതായത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ ആണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ ആണ്. ഓക്കെ. ദെൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ 3 ഉം 4. ഓപ്ഷൻ എ 3 ഉം 4. ഓപ്ഷൻ ബി 1 ഉം 2. ഓപ്ഷൻ ബി 1 ഉം 2. ഓപ്ഷൻ സി 1, 2, 4. 1, 2, 4. ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. ഓപ്ഷൻ ഡി എല്ലാം തെറ്റ്. അപ്പൊ ഇതിനകത്ത് നിന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ? ഏതാണ് തെറ്റായ പ്രസ്താവന ഇതിനകത്ത് വരുന്നത്? ലാസ്റ്റ് വായിക്കാമോ? ലാസ്റ്റ് എല്ലാം തെറ്റെന്നാ പറയുന്നത്. എല്ലാം അതല്ല, ലാസ്റ്റ് ഓപ്ഷന്റെ ഇത് പ്രാദേശിക, അതായത് ഒന്നും കൂടി പറയാം. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. 2ാമത്തേത്, ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. 3ാമത്തേത്, പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. 4th one, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ ആണ്. ഏതാ വരിക? തെറ്റായ പ്രസ്താവന ഏതാ? 4 തഹസിൽദാർ ചെയ്തിട്ടുണ്ട്. ഒരാള് പറഞ്ഞേ, നൗസിയ മോളെന്ന് പറഞ്ഞേ, ഏതാ? അറിയത്തില്ല മിസ്സേ. അറിയത്തില്ല അല്ലെ? പിന്നെ അത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 3 ഉം 4 ആണ് കേട്ടോ. അതായത് 3ാമത്തെ പ്രസ്താവനയും 4ാമത്തെ പ്രസ്താവനയാണ് വരുന്നത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പറയുന്നത് ചിറകള്, കുളങ്ങള്, തോടുകള് ഇവയൊക്കെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? നെൽവയൽ എന്നതിൽ നമുക്ക് കൂട്ടാനായിട്ട് അതിനകത്ത് ഉൾപ്പെടും കേട്ടോ. ചിറകളുണ്ട്, കുളങ്ങളുണ്ട്, തോടുകളുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് പരിഗണിക്കാം? നെൽവയലുകളായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ ആ തണ്ണീർത്തടങ്ങളായിട്ട് പരിഗണിക്കാം. പക്ഷെ നദിയെയും പുഴയെയും നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതല്ല. ഓക്കെ, നദി, പുഴ അതിനകത്ത് വരില്ല. മറിച്ച് കുളങ്ങള്, കൈത്തോടുകള്, ചിറകൾ ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തില് വരുന്നത് കേട്ടോ. ദെൻ ജില്ലാതല, അതായത് ഇതിനകത്തൊരു സംസ്ഥാനതല സമിതിയുണ്ട്, ദെൻ ഒരു ജില്ലാതല സമിതിയുണ്ട്, ദെൻ ഒരു പ്രാദേശിക തല സമിതിയുണ്ട്. 3 സമിതികളായിട്ടാണ്
ഈ ഒരു നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിനെ ആസ്പദമാക്കിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ. സ്റ്റേറ്റ് ലെവലിലുണ്ട്, ഡിസ്ട്രിക്ട് ബേസ് ഉണ്ട്, ദെൻ നമ്മുടെ എന്താ പറയാ ഗ്രാമപഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ പ്രാദേശിക ലെവലില് കമ്മിറ്റികളുണ്ട്. അപ്പൊ ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ ബേസില് ഈ ഒരു സംരക്ഷണ നിയമത്തിനായ ഒരു സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ് രൂപീകരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ പ്രസ്താവന ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. അത് തെറ്റാണ്. 3 വർഷമാണ് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി കേട്ടോ. 3 വർഷം. ഓക്കെ, അപ്പോ ഇവിടെ 5 വർഷം എന്ന് പറയുന്നത് തെറ്റാണ്. 3 കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ ആയിട്ട് വരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസർ അല്ല, കൃഷി ഓഫീസറാണ്. പഞ്ചായത്ത് സെക്രട്ടറി അല്ലേ? അല്ലല്ല, കൃഷി ഓഫീസറാണ് കേട്ടോ. കൺവീനർ ആയിട്ട് വരുന്നത് കൃഷി Okay, okay. ഓഫീസറാണ്. ഓക്കെ, ഓ അതൊന്ന് നിങ്ങളെ നിയമങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അതൊന്നുകൂടി പറയും മിസ്. അത് ഒന്നും കൂടി പറയാം. ഇതിന്റെ ഒരു പ്രാദേശിക സമിതിയുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്, 5 വർഷമല്ല. പ്രാദേശിക തല സമിതിയുടെ കാലാവധി 3 വർഷമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് പ്രാദേശിക തല നിരീക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ ഇതിനകത്ത് അംഗം മാത്രമാണ് കേട്ടോ. ഒരു മെമ്പർ മാത്രമാണ് വില്ലേജ് ഓഫീസർ. ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് കൃഷി ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹം കേവലം ഒരു മെമ്പർ മാത്രമാണ്. ഓക്കെ, ഞാൻ അധ്യക്ഷൻ വരുന്നുണ്ട്. പ്രാദേശിക തല സമിതിയുടെ അധ്യക്ഷൻ വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനകത്ത് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന, ഇതൊന്ന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ഇതിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇത് ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? മിസ്റ്റർ നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം എന്തൊക്കെയാ വരുന്നത് അതൊന്നുകൂടെ പറയാമോ? നെൽവയൽ സംരക്ഷണ, അതായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തില് അല്ലെങ്കിൽ നെൽവയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് വരുന്നത് ചിറകൾ വരുന്നുണ്ട്, തോടുകൾ വരുന്നുണ്ട്, കുളങ്ങൾ വരുന്നുണ്ട്. പുഴയും അതുപോലെ തന്നെ നദികളും ഒന്നും ഈ ഒരു നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തില് വരുന്നില്ല. മറിച്ച് ചിറകള്, കുളങ്ങള്, തോടുകളാണ് വരുന്നത്. ഇനി ഇതിന് 3 സമിതികളുണ്ട്. അതായത് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ ബാധിക്കുന്ന 3 സമിതികളുണ്ട്. 3 സമിതികളിൽ ഒന്നാണ് സ്റ്റേറ്റ് ലെവൽ സമിതി, രണ്ടാമത്തേത് ഡിസ്ട്രിക്ട് ലെവൽ സമിതി, മൂന്നാമത്തേത് പ്രാദേശിക തല സമിതി. ഇന്നത്തെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ഓക്കെ, പിന്നീട് വരുന്നത് പ്രാദേശിക തല സമിതിയുടെ, അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 അല്ല 3 വർഷമാണ്. ഇനി പ്രാദേശിക തല സമിതിയുടെ കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ ഈ സമിതിയിലെ അംഗം മാത്രമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രാദേശിക തല സമിതിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഓക്കെ, കൂടുതലും കാര്യങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ. പഠിക്കാൻ കൂടുതൽ കാര്യങ്ങളുണ്ട് ഭരണ സംവിധാനത്തിൽ കേട്ടോ. ഞാൻ നോക്കട്ടെ, ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ. ജോഗ്രഫിയുടെ കൂട്ടത്തിൽ തന്നെ ഇത് പറഞ്ഞു പോകാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കാർഷിക വിളകള് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ട് വരിക. ഞാൻ ടെസ്റ്റ് പേപ്പർ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. കേട്ടോ. താങ്ക് യു മിസ്.